ഹലോ, ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കണ്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച്, സാധാരണ സൺഡേയിൽ നമ്മൾ എപ്പം ഒരിക്കലേ എപ്പം വീട്ടിലെ ഫുഡ് കൊണ്ടാകാണ്ട് സാധാരണ നമ്മൾ സൺഡേയിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഉച്ചക്ക്. ഇപ്പോൾ ഒരു 12:15 മോള് പറഞ്ഞ് നമുക്ക് പോകാൻ വിശക്കുന്നു പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൻ്റെ ഒക്കെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോൾ ഒരു ചങ്ങായി ലോട്ടറി വെക്കുന്നത്. അപ്പോൾ ആ ചങ്ങായി ലോട്ടറി എടുക്കുമ്പോൾ അടുത്തുള്ളൊരു ചങ്ങായി ഇവിടെ ചോദിക്കുന്നത് കേട്ടാ ലോട്ടറി എടുക്കുമ്പോൾ ആ ചങ്ങായി നല്ല എൻ്റെ തണ്ണിയാണ്. അപ്പോൾ ആ ചങ്ങായി പറഞ്ഞാൽ എനിക്ക് പിന്നെ ഭാഗ്യമൊന്നുമില്ല, പൈസയില്ല, അങ്ങനെ പോയി. വേറെ ചങ്ങായി വന്ന് പറഞ്ഞ് നമുക്കൊന്നും ഭാഗ്യമൊന്നുമില്ലപ്പോൾ ഈ 50 ഉറുപ്പ്യ ലോട്ടറി അടിച്ച് വെറുതെ പൈസ കളയാറുണ്ട്. ആ പൈസക്ക് നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും പാക്കറ്റോ 3-4 പൊറോട്ട മേടിച്ചാൽ മക്കൾക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അയാൾ പറഞ്ഞു. ഒരു 10 ആളോട് ചോദിക്കുമ്പോൾ ഒരാൾ ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 50 രൂപ കൊടുത്ത് ലോട്ടറി എടുക്കുമ്പോൾ, എപ്പോഴും എടുക്കണം എന്നല്ല, നമ്മൾ വല്ലപ്പോഴും എടുക്കുമ്പോൾ അത് നമുക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കില്ല എന്ന രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യാതെ, നമ്മൾ 50 രൂപേനെ കൊണ്ട് അയാളുടെ വീട്ടിൽ, ഇവിടെ നമ്മളെല്ലാം മനുഷ്യർ, നിങ്ങൾ എപ്പോഴും എന്താണ് JCB പോലെ മാന്തി എടുക്കലല്ല. നമ്മൾ കുറച്ച് തള്ളുവാൻ പോകണം പൈസ. നമ്മളൊരു 50 രൂപ അയാളുടെ കയ്യിലേക്ക് പോയാൽ അയാൾ 50 രൂപേനെ കൊണ്ട് അയാൾ കിട്ടുന്നത് കേട്ടോ അയാളുടെ വീട്ടിലേക്കുള്ള, ഇപ്പോൾ അയാളുടെ അവസ്ഥ എങ്ങനെ നമുക്കറിയില്ലല്ലോ. വളരെ ദയനീയ അവസ്ഥയിലുള്ള ആൾക്കാരാണ്. ഒരു 80% ലോട്ടറിക്ക് ലൈനിൽ നിൽക്കാൻ പോകുന്നത്. വളരെ ദയനീയ അവസ്ഥയൊക്കെ. അപ്പോൾ നമ്മൾ 50 രൂപ കൊടുത്താൽ നമ്മളിപ്പോൾ ബാറിൽ പോയിട്ട് എത്ര പൈസ, 200, 300, ഒരു പെഗ്ഗിനുള്ള 150, 200, ഞാൻ അത്യാവശ്യം അടിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു പെഗ്ഗിനുള്ള 150, 200, 300 എല്ലാം കൊടുക്കും. നമുക്ക് യാതൊരു മടിയുമില്ല, നമ്മൾ എത്ര പൈസയും ബാർ ചിലവാക്കും. എന്നാലും ലോട്ടറിക്കാരന് 50 രൂപ കൊടുത്താൽ അയാളുടെ കുടുംബത്തിലേക്ക് ആ 50 രൂപയിൽ നിന്ന് 6 രൂപ 7 രൂപ കിട്ടുക. അങ്ങനെ ഒരു 10 ആൾ കൊടുക്കുമ്പോൾ അന്ന് അവർക്ക് ഒരു 70 രൂപ ആയാലേ അയാൾക്ക് 2 കിലോ അരിയും മേടിക്കാൻ പറ്റും വീട്ടിലേക്ക്. അപ്പോൾ അത് നിങ്ങൾ എല്ലായിടത്തും മനസ്സിലാക്കണം. അത്രയും അങ്ങ് പറയാനുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ച്, ക്യാൻസറായിട്ട് മരിച്ച. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നു, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട്. 24 മണിക്കൂർ അമ്പലത്തിൽ പോകുന്ന ഒരു അമ്മയാണ്, ഒരു ബിന്ദു എന്ന് പേരുള്ള ഒരു അമ്മയാണ്. ആ അമ്മ ഇന്ന് ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. അപ്പോൾ അവർ അമൃതയെ കാണിച്ച ഒരു ലക്ഷങ്ങൾ വന്നു പറഞ്ഞു, ലക്ഷങ്ങൾ. അപ്പോൾ അത് നമ്മളൊക്കെ ഒരുപാട് കൊടുത്തു. പക്ഷെ ഒരു പരിധിയില്ലേ, എത്രയുള്ള ഒരു പരിധിയില്ലേ. നേരെ മറിച്ച് അതൊരു വലിയൊരു പൈസയുള്ള ആൾക്കാരാണെങ്കിൽ ഇനി ഒരു 10-12 കൊല്ലോ അത് സുഖമായിട്ട് ജീവിച്ചതിനായ അമ്മ. അപ്പോൾ ദൈവങ്ങൾക്ക് പോലും, അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ ഏതൊരു അമ്പലത്തിൽ എവിടെയും പോയാൽ നമ്മൾ സാധാരണക്കാരൻ്റെ പൈസയെ കൊണ്ടുവന്ന് ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫും നമ്പൂരി ആ ദൈവങ്ങൾക്ക് പോലും നിലനിൽപ്പാണ് നമ്മളെ പൈസനെ കൊണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സാധാരണക്കാരെ, ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച് ബിന്ദു അമ്മ രക്ഷപ്പെടണേ, ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല. കുറച്ചുകൂടെ ICUയിൽ കിടന്ന് അമൃതക്കാർ കുറച്ച് പൈസ എടുത്ത് പിന്നെ അവർ ഒഴിവാക്കി, പൈസ കിട്ടാത്തവർ മരിച്ച്. അപ്പോൾ പൈസേൻ്റെ വില കണ്ടെങ്കിൽ പൈസയുള്ളവർക്ക് പരമാവധി ജീവിക്കാനും പറ്റും. നമ്മളെപ്പോലെ തന്നെ വേറെ ആശ്രയം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ്, ചുമ്മാ പൈസ അവിടെ ഇവിടെ വലിച്ചെറിയുന്ന സമയത്ത് ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ അയാൾ രക്ഷപ്പെടും എന്നൊരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു വറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും മഹത്തായ കാര്യം. ജനങ്ങളതെല്ലാം മറന്നുപോയി. ഇപ്പം എല്ലാവർക്കും ഒരു ബൗണ്ടറിക്കുള്ളിൽ അവരെ ലോകമായി എന്ന് ചിന്തിക്കുന്നത്. എന്നെ കൊല്ലാൻ നിൽക്കണ്ട, എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ലോട്ടറി വെക്കാൻ വരുന്നവർ വളരെ യാചനയോടുകൂടി ചോദിച്ചാൽ അവരെ തിരസ്കരിച്ച് കളിയാക്കി നമുക്ക് ഭാഗ്യമില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കരുത്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പൈസ കൊടുക്കണമെന്ന് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഞാനും ഒരു സുഖമില്ലാത്ത ഒരു ഹാൻഡിക്കേപ്പുള്ള ആളാണ്. വർഷാപ്പിലെ ജോലിയാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഓരോ ദിവസം കിട്ടുന്ന ഓരോ മൂല്യം പൈസേൻ്റെ എങ്ങനെയാണ് ഒരു അടുക്കി വെച്ചിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.